ഇതൊരു സംവാദമാണ്. ഒരു വിഷയത്തെ നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യുകയും ഒന്നിച്ച് കാണുകയും പറയുകയും ചെയ്യുന്ന ഒന്നാണ് നാടകം. നമുക്ക് എവിടെയാണ് സ്വന്തമായൊരിടം? ഇടമേ നഷ്ടപ്പെട്ടവർ, ഇടം ഇല്ലാത്തവർ, സ്ത്രീ ജീവിതങ്ങളുടെ വിവിധ കാഴ്ചകളിലൂടെ ഒരു നീണ്ട പലായനം. എൻ്റെ നിങ്ങളുടെ മനസ്സുകളുടെ ഒപ്പം ശരീരങ്ങളുടെ ഒരിക്കലും ഒടുങ്ങാത്ത തുടർന്നുകൊണ്ടിരിക്കുന്ന പലായനം. ചുരം RCC Drama Club proudly presents ചുരം. നീയായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞു. എന്തു പറ്റി? കൈ മുറിഞ്ഞിരിക്കുന്നല്ലോ. ആരാ ആരാ എന്താ ചെയ്തത്? എന്തു പറ്റി? എനിക്കൊന്നിരിക്കണം. കാലും മുറിഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ് ഈ ക്രൂരത ചെയ്തത്? 2 പേരെന്നും പറഞ്ഞ അവന്മാരെന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ 8ഉം 10ഉം പേർ അവരെന്നെ ഒരുവിധം രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. വെട്ടവും ഇല്ല, ഇടവും അറിയില്ല. ഓ, എന്തൊരു വിശപ്പ്! എടാ, നീ വല്ലതും കഴിച്ചോ? നിന്റെ കാലിൽ ആഴത്തിൽ മുറിവുണ്ടോന്ന് നോക്ക്. നന്നായി മുറിഞ്ഞു. നിനക്ക് കഴിക്കണ്ടേ? വാ, കഴിക്കാം. അവിടുന്ന് വരുമ്പോ ഞാൻ അവന്മാരിൽ നിന്ന് ഒരു പൊതി ചോറും കൂടി എടുത്തു. മേലാകെ തൊളിയായി. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. എന്തൊരു നീറ്റ! ഇതാ കഴിക്ക്. നിദ്രേ,
ശരീരം വിറ്റും വിയർപ്പൊഴുക്കിയും നിനക്ക് കിട്ടുന്നതിലൊരംശം എന്നെ പോറ്റാനായി നീ ഓടി വരുന്നു. നീ എനിക്ക് ആരാ? ആരായാലെന്താ, നീയും ഞാനും. ദാ ഇതുകൂടി കഴിക്ക. പകൽ മുഴുവൻ മൗനിയായി ഊമയായി നടക്കുന്നവനല്ലേ നീ? രാത്രി ഏറെയായി, ഉറങ്ങാൻ ഇനിയൊട്ട് നേരവുമില്ല. കിഴക്ക് വെള്ള കീറി, എനിക്ക് നല്ല വേദന. ഇവിടെങ്ങും ഇപ്പോ ആരുമില്ല. നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? പാടു നീ മേഘമൾഹാർ, ഗർഭസ്ഥ വർഷത്തിനെ തേടു നീ, അമ്ലരൂക്ഷമാക്കുക സ്വരസ്ഥാനം. ഗർജിക്കും സമുദ്രത്തിൻ ശാന്തമാം കയം നിന്റെ മുജന്മം ദാഹിക്കുന്നു. പാടു നീ മേഘമൾഹാർ. ഇടത്തെ നെഞ്ചിൻ ക്ഷതം വലത്തെ കൈപ്പത്തിയിൽ, എന്ത് തണുപ്പായത്! ഓ ഓ ഓ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. കരയണ്ട കേട്ടോ. പാവം, ഏത് ദുഷ്ടന്മാരാണോ എന്തോ പാലുകുടി മാറിയിട്ടില്ലേ ഇതിനെ തട്ടിയിട്ട് പോയത്. എടാ രാജു, എണീക്കടാ. ഓ ആ മക്കളെ, നീ ഇവിടെ ഇരുന്നോ. മുത്ത് ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ കേട്ടാ. കിടന്നോ. ഓ നേരെ ഒരുപാട് വൈകി. ഡാ രാജു, എണീക്കടാ ചെക്ക. എന്തുറക്കമാടാ ഇത്. ആ എടാ, ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ നിനക്കല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നീ വന്നേ. അതെ, ഞാൻ വഴിയിൽ നിന്ന് കൊണ്ടുവന്നതാ. പാവം, ഏതോ വണ്ടി തട്ടിയിട്ടിട്ട് പോയി. നോക്കിക്കേ നീ. നോക്ക്. ആ നീയേ ഇതിനൊരു പേര് പറഞ്ഞേ. കിട്ടൂസ് എന്ന് വിളിച്ചാലോ? ആ അത് കൊള്ളാം. കിട്ടിയത് കൊണ്ട് നമുക്ക് ഇവനെ കിട്ടൂസ് എന്ന് വിളിക്കാം. എടാ, നിനക്കും ഞാനാണ് ഇതുപോലെ പേരിട്ടത്. നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ അമ്മേ. ആ അതെ, നിന്നെയും ഇതുപോലെയാ എനിക്ക് കിട്ടിയത് കേട്ടോ. നീയേ ഇവിടെ അതിനെ വെച്ചിട്ട് പോയി മുഖം കഴുകിയിട്ട് വാ. सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः बलदेवानन्दसागरः। सुप्रभात
സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസിന് ഇത് നന്നായിട്ട് ചോര വരുന്നുണ്ടല്ലോ. ഇത് ചത്തുപോയേ ഉള്ളൂ. എന്താടാ, അതിനൊന്നും വരില്ല. നമുക്കേ മൃഗാശുപത്രി തുറക്കുമ്പോൾ അതിന് ഡോക്ടറെ കാണിക്കാം. നീ അതിനെ അവിടെ വെച്ചിട്ട് ഇവിടെ കിടത്തിക്കേ. എന്നിട്ട് മോൻ പോയി ഒരു കുടം വെള്ളം എടുത്തിട്ട് വാ, വേഗം പോയിട്ട് വാ. അയ്യോ, അമ്മേ, എന്താടാ? ഒരാള് അതെ, നീ കണ്ടില്ലേ, അതൊരു മിണ്ടാപ്രാടിയാ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് പോകുന്ന നീ കണ്ടിട്ടില്ലേ? മോൻ പോയിട്ട് വാ, ഇപ്പോ പോയിട്ട് വാ. എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? മോൻ പോയി ഒരു കുടം വെള്ളം കൂടെ എടുത്തിട്ട് വാ. എടാ, ഇന്ന് നടപ്പുകാരും കാണുന്നില്ലല്ലോടാ. ആ വളവ് കഴിഞ്ഞ് വരുന്നുണ്ട് അമ്മേ, രണ്ടുപേര്. ആ ഓ, നേരെ ഒരുപാട് വൈകിയല്ലോ. ഒരുമിച്ചുള്ള ഓട്ടോ ചാട്ടോ ഒക്കെ തീരാറായല്ലോ. നിന്റെ ലീവൊക്കെ കഴിഞ്ഞല്ലോ. അതൊക്കെ എപ്പോഴാ തീർന്നടാ? ചേച്ചി രണ്ട് ചായ. ഇത് നമ്മളെ പഠിപ്പിച്ചത് മറ്റേ സുശീല ടീച്ചർ. ഓ സുശീല ടീച്ചർ, നിനക്ക് മനസ്സിലായില്ലേ? എടാ അമിത ടീച്ചർക്ക് എന്നെ ഓർമ്മയില്ല. നല്ലോണം ഉരുളി സതീശൻ ടീച്ചറല്ലേ അവന് ഈ വെട്ടപ്പേരിട്ടത്? അപ്പൊ ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ട്. നീ ഇപ്പൊ എവിടെയാ? ഞാൻ പട്ടാളത്തിലാണ് ടീച്ചറെ. ബെസ്റ്റ്, ഈ ഉരിയ പൊക്കവും വെച്ച് പട്ടാളത്തിൽ നീ ആകെ കറുത്തു പോയല്ലോടാ. തലയിൽ മുടിയുമില്ല. നിങ്ങൾക്ക് നാണാവില്ല ടീച്ചറെ. നിങ്ങൾ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. വെറുതെ എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ ഈ നിറത്തിൻ്റെയും ഉയരത്തിൻ്റെ ഒക്കെ പേരിൽ വെറുതെ കളിയാക്കും. അതൊന്നും ഉണ്ടല്ലോ എൻ്റെ മനസ്സിന് ഇതുവരെ പോയിട്ടില്ല. നീ അതൊക്കെ ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഓർക്കാണ്ട് എജ്ജാതി ട്രോമയായിരുന്നു. ആ ട്രോമ ഞാൻ ഇന്നും കൊണ്ടു നടക്കാം, എവിടെ ഇറക്കാൻ പറ്റാണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ലീവൊക്കെ തീർന്നു പോകുന്നതിന് മുന്നേ എന്റെ വീട്ടിലോട്ട് വാ. അവിടെ വെച്ച് നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. വരുന്നില്ല. നിങ്ങളെപ്പോലെ കുട്ടികളെ മനസ്സിലാക്കാത്ത ടീച്ചറും അധ്യാപകരും ഉള്ളിടത്തോളം കാലം ഈ നാട് നന്നാവില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ട് നമ്മളെ തലയിൽ ബുക്കും വെച്ചിട്ട് മുറ്റത്തിറക്കി നിർത്തി മഴ വിളിച്ച സ്കൂളില്ലേ, ഞങ്ങളെല്ലാവരും ഒരു ദിവസം ആ സ്കൂളിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ അവിടെ വാ, അവിടുന്ന് വെച്ചേരാ. എന്താ ശരിയടാ, ഞാൻ അവിടെ വരാം. നീയും വരൂല്ലേ? ഞാനും വരാൻ. ശരിയാ, നമുക്ക് അവിടെ വെച്ച് കാണാം. എടാ പാവൻ ടീച്ചർ, ഇത്രയൊക്കെ പറയണമായിരുന്നോ? 5-8 കൊല്ലായി ഞാനിങ്ങനെ ഊങ്ങി ഊങ്ങി നീ എന്തിനാ ഇത്രയും സീരിയസ് ആവുന്നത്? കൂളവിടെ സതീശ. നീ പോയി ചായ പറ, പോയി ചായ പറ. ചേച്ചി ചായ ആയോ? ചായ ആവാൻ 10 മിനിറ്റ് എടുക്കും. നിൽക്കാൻ വേണ്ടി വേറെ കട നോക്കിപ്പോ. എന്നാ പോകാം വാടാ. ചുമ്മാ അല്ല ഇത് ജയിലിൽ കിടക്കും. ഓടാ ഓടാ ഓടാ. ഈ വെള്ളം ആ
എടുത്തേ. ആ നീയേ ഇതിനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് വാ. ഇപ്പോൾ അവിടെ ആശുപത്രി തുറന്നു കാണും. ഇതാ സൂക്ഷിച്ച് കൊണ്ടുപോകണേ. ഇതാ ഈ പൈസ കൂടെ നീ കയ്യിൽ വെച്ചേക്ക്. എന്തെങ്കിലും ആവശ്യം വരും. മോൻ പോയിട്ട് വാ. ഞാൻ എന്ത് നോക്കിയെന്നാ? എന്റെ മൊബൈല്. നിന്റെ മൊബൈൽ ഞാൻ നോക്കിയാൽ എന്താ? ഞാൻ കാണാൻ പാടില്ലാത്തത് എന്താ ആ മൊബൈലിലുള്ളത്? പലതും ഉണ്ടാവും. നിനക്ക് സംശയമാണ്, മുടിഞ്ഞ സംശയം. ആ ഞാൻ സംശയിക്കും. നിന്റെ കയ്യിലിരിപ്പതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കും? എന്നെ നിന്നെ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങി എന്റെ പ്രശ്നങ്ങൾ. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ. വാടി ഇങ്ങോട്ട്. ഓ വരിക. എന്തെന്നല്ലോ എപ്പോഴും ഇതല്ലേ, ഏത് നേരം വഴക്ക് ഇദ്ദേഹം ബഹളം. എന്ത് ആ ചേച്ചി. ആ ചേച്ചി എന്ത് ഇതുവഴിയാണോ വരുന്നത്? അത് പിന്നെ ഞങ്ങൾ ഇന്നലെ പുറത്തൊക്കെ ഒന്ന് പോയി ഒരു സിനിമയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വന്നപ്പോൾ കുറച്ച് താമസിച്ചു. പിന്നെ തണുപ്പൊക്കെയല്ലേ അല്ലേടി? Thank you for the compliment. അറിയാമോ ഇവരെന്റെ നെയ്ബേഴ്സല്ലേ? ഇന്നലെ രാത്രി ഒരിഞ്ഞ അടിയായിരുന്നു രണ്ടും കൂടെ. ഒരു പോള കണ്ണടച്ചിട്ടില്ല ഞങ്ങൾ. ഓമ്പൂടി വെച്ച കള്ള കൂട്ടങ്ങള്. അതെ അതെ, ഇങ്ങനെ തന്നെയാണ്. ചേച്ചി രണ്ട് ചായ. അല്ല എനിക്ക് കാപ്പി മതി. ആദ്യം നിങ്ങൾ തീരുമാനിക്കും, ചായയോ കാപ്പിയോ? ഞാൻ പറഞ്ഞതുപോലെ. ചായക്ക് ഭയങ്കര ചൂടാണല്ലോ, ഒരു ഗ്ലാസ് എടുത്ത്. വർക്കൗട്ടിനിടയിൽ സെലിബ്രിറ്റി കുഴഞ്ഞു വീണ് മരിച്ചു. ഇതിപ്പോ 4-5 എണ്ണമായി. ഇനി അടുത്തത് ആരാണോ എന്തോ. ഇത് പൊടി മരുന്നൊക്കെ അടിച്ചാടി. ഓ എന്നാലും കൊള്ളാം. ഹലോ, രണ്ടാളും നടക്കാൻ വന്നതല്ലേ, ആ പണിയൊക്കെ ചെയ്താൽ പോരെ? പോകുന്ന വഴിക്ക് ഒരു ചായ വഴിയുടെ കയറ്റിയിട്ടുള്ളൂ. എൻ്റെ ആരോഗ്യം എൻ്റെ ഡയറ്റ് അതെനിക്ക് നല്ല വൃത്തിക്ക് അറിയാം കേട്ടാ. ചായ അത്ര പോരാ. നല്ല കാപ്പി. ഞാനേ എല്ലാ ദിവസവും ചായ ഒരുപോലെ ഉണ്ടാക്കുന്നത്. ഇതേ നിങ്ങളുടെ മനസ്സിൻ്റെയാ. പൈസ തന്നിട്ട് പോ. തികഞ്ഞില്ലേ? മതിയായില്ലേ? വാ പോകാം. ശ്രീജേ ഞാൻ വന്നു. ആ അതെ, മുനിസിപ്പാലിറ്റിയിൽ നിന്നാ അറിഞ്ഞു കാണുമല്ലോ. ഇവിടെയുള്ള തെരുവ് കച്ചവടക്കാരെല്ലാം ഒഴിപ്പിക്കാൻ പോവുകയാണ്. നോട്ടീസ്. ഞങ്ങളൊക്കെ ഇനി എവിടെ പോവാനാ? ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? കടക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട്, തെരുവ് കച്ചവടക്കാർക്ക് അതില്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോണ്ട് മാറിക്കണം. നോട്ടീസ് പിടിക്കുക. നാളെ JCB പണിക്കാരും ഒക്കെ വരും കേട്ടല്ലോ.
അങ്ങനെ അതിനൊരു തീരുമാനമായി. ആ നീ വന്നു കാണിച്ചു. ആ എന്താ പറഞ്ഞു ഡോക്ടർ? ആ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേടാ, അവൻ ആ മോ ഇതവിടെ വെച്ചിട്ടേ അവൻ അവിടെ കിടത്തിയിട്ടേ മോൻ പോയി മരുന്ന് വാങ്ങിയിട്ട് വാടാ. പൈസ തികയോ? ഇതും കൂടെ കൊണ്ട് പോയിട്ട് വാ. പോയിട്ട് ഇന്നലെ നീ പണിക്ക് പോയില്ലായിരുന്നോ? എനിക്ക് വരാൻ പറ്റിയില്ല. എന്നെ വിളിച്ചതാ. നീ വരാഞ്ഞ് ഇറങ്ങി പോയതല്ലേ? എന്നിട്ടേ ഞങ്ങൾ ഇന്നലെ ഒരു പാമ്പിനെ കണ്ടു. പാമ്പോ? എന്ത് പാമ്പ്? അതാണ് ഇപ്പോഴത്തെ ലോകത്തിനെന്നോ എന്തോ പറയുന്ന കേട്ടു. ആരോ ഒരാൾ വന്ന് അതിനെ പിടിച്ചും കൊണ്ടുപോയി. ആര്? വാവാ സുരേഷോ? ആ അങ്ങനെ എന്തോ പേര് തന്നെ പറഞ്ഞത് കേട്ടോ. ആണോ? ചായ പറയുന്നാലോ? നമ്മളെ ചായ ഇങ്ങനെ ആയാൽ എങ്ങനെ ശരിയാവും? ഇല്ലാതെയല്ലേ എപ്പോഴും ജോലിക്ക് പോകുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെ. കഴിഞ്ഞ മാസത്തെ കൂലിയേ കിട്ടിയിട്ടില്ല. ആ തന്നെ തന്നെ. ഇപ്പൊ കൂലി കിട്ടിയിട്ടെന്തിനാ? ഒന്നിനും ഒന്നും തികയുന്നില്ല. ആ ഇപ്പൊ ഞാൻ ജോലിക്ക് പോയെന്ന് അറിഞ്ഞ ശേഷം അങ്ങനെ അച്ഛന്റെ പൈസ വീട്ടിൽ തരേയില്ല. എന്റെ വീട്ടിലെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അധികം പണിക്കും പോകത്തില്ല, വീട്ടിലെ കാര്യങ്ങളും അന്വേഷിക്കത്തില്ല. എന്ത് ചെയ്യാനാ? അതെ നിങ്ങൾക്കുള്ള ചോറ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നീ ഇന്നലെ പറഞ്ഞായിരുന്നേ. ഞാനൊക്കെ ഒരു കടയിൽ കയറി. നിങ്ങളൊക്കെ സെറ്റ് ആയല്ലോ. നീ വന്നേടി ഒരു ചായ കുടിച്ചിട്ട് പോ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ മോളുടെ കാര്യമാണോ? അത് തന്നെ. അതെ ഇപ്പൊ അവക്ക് എന്നെ കാണണ്ട, എന്നെ ഞാൻ വീട്ടിലുണ്ടോന്ന് അറിയണ്ട. ഞാൻ വീട്ടിൽ വല്ലതും വെച്ചുണ്ടാക്കിയ അവള് കഴിക്കാറ് പോലുമില്ല. നിനക്കറിയാല്ല ഞാൻ എങ്ങനെ വളർത്തിയ കൊച്ച. ഈ നെഞ്ചിലിട്ട് ഞാൻ വളർത്തിയ കുഞ്ഞല്ലേ. ഇപ്പൊ അവക്കെന്നെ വേണ്ട. ആ വീട്ടില് ഇപ്പൊ 2 പെണ്ണുങ്ങളാ. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യടി. നീ കരച്ചിൽ നിർത്ത്. നീ എന്തിനാ കരയുന്നേ? ഇതെല്ലാ വീട്ടിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. എല്ലാ വീട്ടിലെ പിള്ളേരും ഇങ്ങനെ തന്നെ. ഇതാ പിള്ളേരുടെ കുഴപ്പമില്ല, നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. നീ കരയാതിരിക്കും. നീ ഇത്രയും നാളും ആ പിള്ളേർക്ക് വേണ്ടിയല്ലേ ജീവിച്ച്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം. നീ കണ്ണീര് തുടയ്ക്ക്. രാജം ഇന്നലെ ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോഴേ ആ കുട്ടപ്പറ്റേട്ടൻ്റെ തട്ടുകടയിൽ കയറി കേട്ടോ. നല്ല ഒന്നാന്തരം കപ്പയും തലക്കറിയും കിട്ടി. എന്ത് രുചിയായിരുന്നെന്നോ. എടി കപ്പയും തലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ നമുക്ക് നാളെ അതുവഴി പോകാം. 3 പേർ കൂടെ പോകാം. എനിക്ക് മനസ്സമാനം എന്ന് പറയണമെന്ന് ഇല്ലടി. ഇനി ഒട്ടുണ്ടാവേയില്ലടി. അയാള് കുടിച്ച് ബഹളം വെക്കുമ്പോഴൊക്കെ മക്കൾ വലുതാകുമ്പോ മനസ്സമാനം ഉണ്ടാവും ഞാൻ കരുതി. ഇപ്പൊ അതും പോയടി. അയാള് കുപ്പി കൊണ്ടുപോയി മകനും കുടിക്കും. ഇന്നും അച്ഛനും മകനും തമ്മിൽ ബഹളമാണടി. വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലടി. എനിക്കറിയണോ, ഇന്നലെ രാത്രി അതേപോലെ ബഹളം ഉണ്ടായി. എന്നിട്ട് മകൻ അച്ഛനെ അടിച്ചടി. ഇതൊന്നും നീ കാണാൻ വയ്യടി. ഇങ്ങനെ പോയ ബോധമില്ലാതെ അച്ഛനും മകനും തമ്മിൽ തല്ലിച്ചടി. എനിക്ക് കാണാൻ വയ്യടി. എനിക്കിതൊന്നും കാണാൻ എനിക്ക് ജീവിക്കണ്ടേ. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് മനസ്സിലാവടി. എനിക്ക് മനസ്സിലാവേ. എനിക്ക് മനസ്സിലാവേ. എനിക്ക് ജീവിക്കണ്ട. വേണ്ട. എനിക്ക് കാണാൻ വയ്യടി. നിനക്കറിയാമോ നല്ലപോലെ പാട്ട് പാടും. എനിക്ക് നല്ലപോലെ അറിയാം. ഞാനും കേട്ടിട്ടുണ്ട്. ആണോ? എന്നാലേ നമ്മുടെ കുടുംബശ്രീയുടെ വാർഷികമൊക്കെ വരുന്നത്. നിന്റെ ഒരു പാട്ട് വെക്കാം. നീ ഒരു പാട്ട് പാട്. വേണ്ടടി, എനിക്ക് പോകണില്ലടി. വേണ്ട. അവൾ അടുത്ത പ്രാവശ്യം പാടും. എന്നാലേ ഫാഷൻ ഷോ ഉണ്ട്. അതെങ്ങനെ നടക്കുന്നത്? നടത്താം. ആ സാധനങ്ങളൊക്കെ എടുത്തോ.
പുരുഷ വേഷം ചെയ്താലോ? ഇന്ന് നിങ്ങക്ക് എവിടെ പണി? പോയിട്ടോ വൈകുന്നേരം ആവുമ്പോഴേ വരികയേ ഉള്ളൂ. ശരി ശരി കൊള്ളാം. അല്ലെ അങ്ങ് അച്ഛൻ വരെ നടക്കണം. ഈ കൊണ്ടുവന്ന് വരാൻ നോക്ക്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു എന്താടാ? നീ അങ്ങ് ചടച്ചു പോയല്ലോടി. പോടാ. പാല് തിളച്ചോടി. പോടാ. തെരുവുകൾ നായകൾ വേണ്ട. ഇവിടെയുണ്ട് ഒറ്റമുറിക്കൂരയിലെ യഥാർത്ഥ അതിദരിദ്രർ. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണ പ്രവർത്തനം. കടക്കാരെയും തെരുവ് കച്ചവടക്കാരെയും ഒഴിപ്പിക്കുന്നു. തേനി, ഇത് ഇവിടുത്തെ വാർത്തയാണല്ലോ. ഓ, ഇത് പത്രത്തിലും വന്നോ? ഇതേ എനിക്ക് നോട്ടീസ് കിട്ടിയതാ. എന്നാ വിളി. ഞാനല്ലേ സലീമേ, മതിയാക്കടാ. വാ, വന്നിരിക്കേ. കോള് വല്ല ഒത്തോടാന്ന്. വരും, വരാതിരിക്കില്ല. അതാ വന്നല്ലോ. കൊള്ളാല്ലോ. ആരെയോ വിളിച്ചു വരുത്താനുള്ള പരിപാടിയാണ് കേട്ടോ. ഫോണും ഒക്കെ കയ്യിലുണ്ട്. പുതിയ വരവാന്നാ തോന്നുന്നേ. അതെ അതെ, ഇവിടെ കണ്ടിട്ടില്ല.
തോമസേ, നീ ഈ കട ഒന്ന് നോക്ക്. ഞാനേ ആ കടക്കാരന് നോട്ടീസ് കിട്ടിയോ നോക്കിയിട്ട് വരാം. ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഈ സാധനം നേരത്തെ അറിയാം? പിന്നെ 1.5 വർഷമായില്ലേ ചുരം കയറി വന്നിട്ട്. ഒരുത്തനെ തട്ടിയിട്ടുള്ള വരവാ. നീ ഇവിടെ പുതിയ ആളല്ലേ? ആ, അതാ നിനക്ക് അറിഞ്ഞുകൂടാത്ത. എളുപ്പമാവില്ല. ഭയങ്കരിയാ. അതെ അതെ. വന്നല്ലോ വേട്ടാവളിയൻ. അതെ അതെ. അവളത് വിളിച്ചു വരുത്തിയതാണെന്നാ തോന്നുന്നത്. അതെ അതെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ആ സൂക്കേട്. എന്താ തേനി കടുപ്പത്തിലൊരു 2 ചായ. കടുപ്പം തന്നെടാ, കടുപ്പം തന്നെ. തന്നെടോ. കണ്ടോ? ഇനിയിപ്പോ അവരാ കൂടെ ഉള്ളവരെ ഇവിടെ വിളിച്ചു വരുത്തും കേട്ടോ. ഇവളിപ്പം പോയാ വേറെ 2 പേർ. അതെ അതെ. കണ്ടോ, വിളിക്കുന്നുണ്ട് ആരെയും. അതാ വന്നല്ലോ ബാക്കി 2 പേരൂടെ. ഇനിയിപ്പം 4 പേരൂടെ ചേർന്നാ കളി. അതെ അതെ. നമ്മള് വിചാരിച്ച പോലെ അല്ലടാ. പൈസയുടെ കളിയുണ്ട് കേട്ടോ. പൈസയൊക്കെ എടുക്കുന്നുണ്ടല്ലോ. എടാ, ഇത് നമ്മൾ വിചാരിച്ച കളിയല്ല. തോമസേ, ഇവന്മാരെ പൊക്കിട്ടിടിക്കണോടാ. നീ പോയി ആളെ വിട്ടിട്ടുണ്ടോ? 3-4 പേരെ വിളിച്ചോണ്ടോ? വിളിക്കാം. ഇവന്മാരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. കടയുടെ മുമ്പിൽ ഇരുന്ന് അനാവശ്യം പറയുന്നോടാ. നിന്നോട് പ്രത്യേകം പറയണോടാ. പോയി 3-4 പേരെ വിളിക്കണം. ഇവിടെ ശരിയാക്കണം. വാ, പോയി വിളിച്ചോണ്ട് വേണം. ശരിയാക്കും. പ്രശ്നമൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങളെന്താ ഇവിടെ പരിപാടി? ചേച്ചി, ഇതെന്റെ കൂട്ടുകാരന്റെ അനിയത്തിയ. ഇവളുടെ ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ICUല. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി അവന് വേണ്ടി രക്തവും പണവും സ്വീകരിക്കാൻ വേണ്ടി വന്നതാ. ആ, പോട്ടെ മോളെ. എടാ, നീ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വെക്കൂ. ഞങ്ങൾ വന്നേക്കാം. മോള് പോയിട്ടോ. അവനൊന്നും ആവൂല. പോയിട്ടോ. എടാ, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ. ഞങ്ങൾ ബാക്കി പോയിട്ട് വന്നേക്കാം. വാ. ഇയാളെവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഒരാവശ്യമുള്ളപ്പോ ഒരക്ഷരം വാ തുറന്ന് മിണ്ടരുത്. ഇതൊക്കെ കണ്ടും കേട്ടും നീ ഇവിടെ തന്നെ നിന്നോ. കുടിക്ക്. വെച്ചുതരാം. കാലി വെച്ച് കുടിച്ചോ. ഈ കത്തിയുടെ മൂർച്ച ഇനിയും കുറഞ്ഞിട്ടില്ലെന്ന് അവന്മാർക്ക് അറിയില്ല. എനിക്കും ഉണ്ടായിരുന്നു
ഒരു കുട്ടിക്കാലം വിശപ്പിന്റെയും അനാഥത്വത്തിന്റെയും വകയിലൊരു ചിറ്റപ്പന എന്നെ വളർത്തിയത്. അയാളൊരു അറുവഷളനായിരുന്നു. അടച്ചുറപ്പില്ലാത്ത ആ ചെറിയ പുരയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിക്കാനിരിക്കുമ്പോ അപ്പൊ തുടങ്ങും അയാളും അയാളുടെ കൂട്ടാളികളും കൂടി കുടിച്ചു കൂത്താടാൻ. കുറച്ചുകൂടി മുതിർന്നപ്പോ എനിക്കും സ്വപ്നങ്ങളുണ്ടായി. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ തകർത്തടങ്ങില്ലേ? ദാ ഇത് കണ്ടോ, എനിക്കും കിട്ടി നോട്ടീസ്. ഞാനിനി 2 ദിവസം കൂടെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇയാളിതെന്ത് പോക്കാ? ആ നിദ്രെ, നീ ഇന്ന് പണിക്ക് പോയില്ലേ? എന്തു പണി? എൻ്റെ പണി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയല്ലേ. എവിടെയായാൽ നമ്മുടെ മൗനി? ദാ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ, അവിടെ കാണും. ഞാൻ അയാളെ നോക്കിയിട്ട് വരാം. നിദ്രെ. എന്താ ചേച്ചി? ഞാൻ നിത്യവും കാണുന്ന ഈ വേഷം കെട്ടലുകളെക്കാളൊക്കെ എത്രയോ നേരും നെറിയുമുള്ളവളാണ് നീ. എന്നിട്ടും ഈ പരനാറികൾ നിന്നെ വിളിക്കുന്നതോ അഭിസാരികയെന്ന്. ചേച്ചി ഇന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ. അതൊക്കെ പോട്ട് ചേച്ചി, ആരെന്ത് പറഞ്ഞാലെന്താ? നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ മതി. ഉറപ്പ്, നിലപാട്. പോട്ടെ ചേച്ചി, ചേച്ചി ജോലി ചെയ്യ. ഞാൻ അയാളെ നോക്കിയിട്ട് വരാം. നീ അറിഞ്ഞോ, ഇവിടുന്ന് കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയല്ലേ? ഞാനിനി 2 ദിവസം കൂടെ ഇവിടെ ഉള്ളൂ. ഞാനും കേട്ടു. അല്ലെങ്കിലും നമ്മളെ പോലെയുള്ള തെരുവ് ജീവിതങ്ങൾക്ക് പ്രത്യേകിച്ചൊരിടമില്ലല്ലോ. ഇടം ഇല്ലാത്തവർ, ഇടം നഷ്ടപ്പെട്ടവർ.
അവിടെയാണ് ലൊക്കേഷൻ കൊടുത്തിരുന്നത്. നിനക്കെന്താടാ, വിഷമമാണോ? നമ്മുടെ ഈ IT പ്രൊഫഷനും ജോബ് ഷെഡ്യൂളും നമ്മുടെ സ്വഭാവങ്ങളും ഒരിക്കലും ഒത്തുപോവില്ല. ഈ ടോക്സിക്കായ റിലേഷൻ തുടർന്നു പോയാൽ നമ്മൾ ശത്രുക്കളായി മാറുകയല്ലേ ഉള്ളൂ. അതിലും നല്ലത് നമുക്ക് നല്ല ഫ്രണ്ട്സായി തുടരാം. എനിക്കൊരിക്കലും നിന്റെ മനസ്സിലെ ഒരാളാകാൻ കഴിയുകയുമില്ല. നീ പ്രിപ്പയർഡ് അല്ലേ? ഞാൻ ഉറപ്പിച്ചിട്ടില്ല. എന്താ അതെന്താ ഇപ്പൊ അങ്ങനെ? നമ്മൾ തീരുമാനിച്ചതാണല്ലോ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇല്ല, എനിക്ക് നിന്റെ സങ്കല്പത്തിൽ ഒരാളാകാൻ കഴിയില്ലടാ. നമ്മൾ ഒത്തുപോവില്ല. ഇതിന് നിനക്കിരിക്കട്ടെ, നീ വെച്ചോ. ഞാൻ ഇത്രയേ വളർന്നിട്ടുള്ളൂ. അതാ കാറ് വന്നു. നീ വാടാ, ആ ബാഗൊക്കെ ഒന്ന് എടുക്ക. വാ. ഗ്രീഷ്മമേ സഖേ, നമുക്കൊരൂഷ്മളദീപ്തിയാർന്നൊരീ മധ്യാഹ്നവേനൽ, എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖം മുക്തിപ്രദാനം. ഇടയ്ക്ക കൊട്ടിപ്പാടി തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടും കാറ്റുതൻ രുദ്രമാം മുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. നോവുകളെല്ലാം പൂവുകളെന്നു പാടിയ നിമിഷമേതെന്നെൻ്റെ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനൊന്നു നോക്കട്ടെ. കൊള്ളാലോ അയ്യപ്പ, നന്നായിട്ടുണ്ട്. നീ എത്തിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ നിന്നെ പോലൊരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് സുരക്ഷിതത്വമുണ്ട്, ധൈര്യമുണ്ട്. എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ. അതെയോ? ഈ ചില്ലയെരിഞ്ഞ മരമോ? നാളെ ഈ തെരുവൊഴിയും, എല്ലാവരും ചുരമിറങ്ങും. എന്നേക്കുമായി എല്ലാവരും യാത്ര തിരിക്കും, ജീവിതങ്ങളും. അതിനു മുമ്പായി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം.
കഥയോ? കൊള്ളാലോ, പറ കേക്കട്ടെ. അയാൾ രാത്രിയിൽ മലമുകളിൽ നിൽക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ദീനരോദനം കേട്ട് അയാൾ വെളിച്ചം കണ്ട ആ ചെറ്റക്കുടിലേക്ക് ഓടിക്കയറി. പ്രാണരക്ഷാർത്ഥം ആ പെൺകുട്ടി എന്തോ എടുത്ത് വീശി. അയാളുടെ കൈകൾ മുറിഞ്ഞിരുന്നു. അവൾ പുറത്തേക്കിറങ്ങി ഓടി. അയാളും അപ്പോൾ കണ്ട ലോറിയിൽ കയറി അയാൾ ചുരമിറങ്ങി. പിന്നെ ചികിത്സ. അയാളുടെ കൈകൾ രണ്ടും നഷ്ടപ്പെട്ടിരുന്നു. പത്രത്താളുകളിലൂടെ ആയിരുന്നു അവളെ അയാൾ തിരിച്ചറിഞ്ഞത്. അയാൾക്ക് അവൾ നിരപരാധിയാണെന്ന് അറിയാമായിരുന്നു. അയാൾ സാക്ഷി പറയാൻ പോയില്ല. അവൾക്ക് ശിക്ഷ ഇളവ് കിട്ടി. അന്നു മുതൽ ഇരു കൈകളും നഷ്ടപ്പെട്ട അയാൾ അവളുടെ പിന്നാലെ മൗനിയായി നിഴൽ പോലെ നടന്നു. ഈ കഥയിലെ അയാൾ നീയല്ലേ? ഇത് നിന്റെ കഥയല്ലേ? സത്യം പറ, പറ. നീ പോകുന്നില്ലേ?